അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മേലായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉന്നത പണ്ഡിത സഭയിൽ അംഗമായ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ അൽ ആദാബുൽ അഷറ എന്ന ചെറുകൃതിയുടെ സംക്ഷിപ്ത വിശദീകരണത്തിലാണ് നമ്മളുള്ളത്. ആറാമത്തെ മര്യാദയായി ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു, അസ്സാദിസു ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ഔ ബിസൗബിക വഹ്മദില്ലാഹ് ഫഇൻ ശമ്മതക അഹദുൻ ഫഖാല യർഹമുകല്ലാഹ് ഫഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. തുമ്മലുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. തുമ്മലിന് അറബിയിൽ ഒത്താസ് എന്നാണ് പറയുക. അപ്പോൾ ഇദാ അതസ്ത, നീ തുമ്മുകയാണെങ്കിൽ, ഫഗത്തി വജ്ഹക്, നിന്റെ മുഖത്തെ നീ പൊത്തിപ്പിടിക്കുക, ബിയദിക ഔ ബിസൗബിക്, നിന്റെ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ കൊണ്ടോ. അപ്പോൾ തുമ്മുമ്പോൾ നമ്മുടെ മൂക്കിൽ നിന്നും പുറത്തു വരുന്നവ അത് പുറത്തേക്ക് വ്യാപിക്കാതെ തടഞ്ഞു വെക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ്. അത് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മുടെ വസ്ത്രങ്ങൾ കൊണ്ടോ നമ്മൾ പിടിച്ചു വെക്കേണ്ടതാണ്. വസ്ത്രമെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തൂവാല, അതുപോലെ നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലെ അഗ്രഭാഗങ്ങൾ, അതുപോലെ ചിലരൊക്കെ ധരിക്കുന്ന തോളിൽ ധരിക്കുന്ന ഷാളുകൾ, അവ കൊണ്ടെല്ലാം പിന്നെ നമുക്ക് മറച്ചു വെക്കാവുന്നതാണ്. അതാണ് ഇവിടെ വസ്ത്രം എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി കൈകൊണ്ടാണ് നമ്മൾ മറച്ചു വെക്കുന്നതെങ്കിൽ ഇടത് കൈകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. കാരണം മൂക്കിൽ നിന്നും പുറത്തു വരുന്നവ മതപരമായി നജസല്ല എങ്കിലും പ്രകൃതിപരമായി നമ്മളൊക്കെ വെറുക്കുന്ന മ്ലേച്ഛകരമായ ഒന്നാണ്. ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു, വഹ്മദില്ലാഹ്, അങ്ങനെ നീ തുമ്മിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക. ഫഇൻ ശമ്മതക അഹദുൻ ഫഖാല യർഹമുകല്ലാഹ്, നീ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ശേഷം യർഹമുകല്ലാഹ്, നിനക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പിന്നെ അപ്പോൾ ഇവിടെ തുമ്മിയതിനു ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയപ്പെട്ടാൽ കേട്ടവൻ എന്തു പറയണം? യർഹമുകല്ലാഹ് എന്ന് പറയണം. തുമ്മിയവൻ ഹംദൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അടുത്തുള്ള ആളുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. അപ്പോൾ നിനക്ക് വേണ്ടി ആരെങ്കിലും യർഹമുകല്ലാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഫഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് നീ പറയുക. അതായത് അള്ളാഹു നിനക്ക് നേരായ വഴി കാണിച്ചു തരട്ടെ, അതുപോലെ നിന്റെ ഇഹപര കാര്യങ്ങളൊക്കെ അവൻ നന്നാക്കി തീർക്കട്ടെ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഏഴാമത്തെ മര്യാദയായി ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു, അസ്സാബിഉ റുദ്ദ തഥാഉബ മസ്തതഅത് വഅംസിക് ബിയദിക അലാ ഫീക വലാ തഖുൽ ആഹ് ആഹ്. കോട്ടുവായുമായി ബന്ധപ്പെട്ട മര്യാദയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത്. പരമാവധി കോട്ടുവ പിടിച്ചു വെക്കാനാണ്, ഒതുക്കി വെക്കാനാണ് ആദ്യമായി ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടെ ഷെയ്ഖ് റുദ്ദ തഥാഉബ മസ്തതഅത എന്ന് പറഞ്ഞത്. വഅംസിക് ബിയദിക അലാ ഫീക, അത് വരുന്ന സമയത്ത് നീ നിന്റെ വായയുടെ മേൽ നിന്റെ കൈ കൊണ്ട് പിടിക്കുക. നമ്മുടെ വായ വൃത്തിയുള്ളതാണെങ്കിൽ നമ്മൾ വലത് കരം ഉപയോഗിച്ചാണ് പിടിക്കേണ്ടത്. വായ വൃത്തിയില്ലാത്തതാണെങ്കിൽ ഇടത് കൈയാണ് ഉചിതമായത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുപോലെ കൈപ്പത്തിയുടെ ഉള്ളം ഭാഗം ഉപയോഗിക്കാതെ പുറം ഭാഗം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പിന്നെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായി കാണുന്നു. ഷെയ്ഖ് പറയുന്നു, വലാ തഖുൽ ആഹ് ആഹ്, കോട്ടുവ ഇടുന്ന സമയത്ത് ആഹ് ആഹ് എന്ന് നീ പറയരുത്. അതായത് അതുപോലെയുള്ള ശബ്ദങ്ങൾ പിന്നെ പുറപ്പെടുവിപ്പിക്കുന്ന ആളുകളെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെയ്യാൻ പാടുള്ളതല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.